ലൈംഗിക അതിക്രമ കേസിൽ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. രഞ്ജിത്തിൻ്റെ ജാമ്യാപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതിക്ക് മുന്നിലെത്തുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്യുന്നു പറയുന്നു. കൊച്ചി മഴ വല്ലതുണ്ടോ? ഇല്ലല്ലോ. കൊച്ചിയിൽ രാവിലെ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു. ഇപ്പോൾ മഴയില്ല, വെയിൽ വന്നിട്ടുണ്ട്. എന്നാലും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം പൊതുവെ ഇന്ന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ വാർത്തയിലേക്ക്. രഞ്ജിത്തിന് ഇന്ന് അതിനിർണായകമായ ദിവസമാണ്. രഞ്ജിത്തിന് രാവിലെ തന്നെ എറണാകുളം സബ് ജയിലിൽ നിന്ന് എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ കോടതിയിലേക്ക് എത്തിക്കും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരിക്കും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. രഞ്ജിത്തിനെ 3 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം. അതിൽ പ്രധാനമായും ഈ സംഭവം നടന്നു എന്ന് പറയുന്ന കാരവനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒപ്പം വിശദമായി ചോദ്യം ചെയ്യണം. ഇത് രണ്ടിനും കൂടിയാണ് ഈ 3 ദിവസം അവർ അപേക്ഷിക്കുന്നത്. എത്ര ദിവസം കിട്ടുമെന്നറിയില്ല. അതിനുശേഷമായിരിക്കും രഞ്ജിത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക. രഞ്ജിത്ത് വ്യക്തമാക്കുന്നത് ഈ പരാതി വ്യാജമാണ്, തനിക്ക് ഇത്തരത്തിലൊരു സംഭവവുമായി ഒരു ബന്ധവുമില്ല. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ICCയിൽ പരാതി നൽകാതെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയത്? സാധാരണ ഇത്തരം പരാതികൾ സിനിമാ സെറ്റിൽ ഉണ്ടാകുമ്പോൾ ICCയിലാണ് പരാതി നൽകാറ്. പക്ഷേ അങ്ങനെ ഒരു നടപടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊരു ഗൂഢാലോചനയാണ്, തനിക്ക് ധാരാളം ശത്രുക്കളുണ്ട് എന്നത് തുടങ്ങിയ വാദമുഖങ്ങളൊക്കെയാണ് രഞ്ജിത്ത് ജാമ്യ ഹർജിയിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ജാമ്യ ഹർജി ഇന്ന് പൂർണ്ണമായും വാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിടും. കസ്റ്റഡി പൂർത്തിയായ ശേഷമായിരിക്കും രഞ്ജിത്തിന്റെ ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേൾക്കുക. അത് തിങ്കളാഴ്ചയോടുകൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമാ ലൊക്കേഷനിൽ വെച്ച് യുവനടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിലാണ് രഞ്ജിത്ത് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, കടന്നു പിടിക്കൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകളൊക്കെയാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രഞ്ജിത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്ന് എന്ത് കോടതിയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും ഈ കേസിൽ. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.